ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം. കേസ് ചർച്ച ചെയ്യാതെ CPIM സംസ്ഥാന സെക്രട്ടറി. രാജി അനിവാര്യമാണെന്ന നിലപാടിൽ CPIMലെ വനിതാ നേതാക്കൾ. കോൺഗ്രസ് ചെയ്തതുകൊണ്ട് ഞങ്ങളും ചെയ്തു എന്ന രീതി ശരിയല്ലെന്ന് ബൃന്ദാക്കാരാണ്. രാജി ആവശ്യത്തിൽ ആനി രാജയെ തിരുത്തി ബിനോയ് വിശ്വം. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPIMൽ സജീവമെന്ന് പ്രതിപക്ഷ നേതാവ്. ലൈംഗിക പീഡന പരാതിയിൽ നടന്മാർക്ക് കുരുക്ക് മുറുകുന്നു. ഇടവേള ബാബു, സുധീഷ്, സാജു കൊടിയൻ എന്നിവർക്കെതിരെ മൊഴി നൽകി യുവനടി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവും മൊഴി നൽകി. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് ആഷിഖ് കപൂർ. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവിനെതിരെ അന്വേഷണം. അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം. തൊടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം നടത്തും. നടപടി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ 6 പള്ളികൾ ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. ആവശ്യമായ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി. നടപടി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കോടതിയലക്ഷ്യ ഹർജിയിൽ. സംസ്ഥാനത്ത് മഴ കനക്കും. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. അറബിക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ കൊയ്ത്ത് തുടർന്ന് ഇന്ത്യ. 2ാം ദിനം മാത്രം നേടിയത് 4 മെഡൽ. 10 മീറ്റർ എയർ റൈഫിളിൽ വനിതാ വിഭാഗത്തിൽ സ്വർണവും വെങ്കലവും, പുരുഷ വിഭാഗത്തിൽ വെള്ളിയും ഇന്ത്യക്ക്. വാർത്തകളിലേക്ക്. ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാകുന്നു. സംസ്ഥാന നേതൃത്വം തള്ളുമ്പോഴും രാജി അനിവാര്യമാണെന്ന നിലപാടിലാണ് CPIMലെ വനിതാ നേതാക്കൾ. അതേസമയം രാജി ആവശ്യത്തിൽ ആനി രാജയെ തിരുത്തി